അതാ കൂടുതൽ സന്മാർഗം സിദ്ധിച്ചവർ ആരെക്കാൾ മിനല്ലദീന ആമനു ഈ വിശ്വസിച്ച ആളുകളെക്കാൾ സബീല വഴിയാൽ കൂടുതൽ സന്മാർഗം സിദ്ധിച്ചവർ നിങ്ങളാണ് അക്വമു തരീക്ക കൂടുതൽ ചൊവ്വായ മാർഗം കിട്ടിയത് നിങ്ങളാണ് വഴിയാൽ കൂടുതൽ അക്വമായത് അതായത് കൂടുതൽ ചൊവ്വായത് നിങ്ങളാണ്. അപ്പം മുഹമ്മദിനേക്കാൾ നിങ്ങളാണ് ഉഷാറെന്ന് ഈ അബൂ സുഫിയാനോട് കൂട്ടരോടും കാബിൻ അഷ്റഫും പോലെയുള്ള ആളുകളൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള എന്നിട്ട് അവരാരാണ്? അവർ തൗറാത്ത് കിട്ടിയ ആളുകളാണ്. അവരൊന്ന് നോക്കുമെന്ന് പറയാണ്. ഉലൈക അവർ അല്ലദീന ഒരു കൂട്ടരാണ് ലഅനഹുമുല്ലാഹു അവർ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവൻ ആരെങ്കിലും യൽ അനില്ലാഹു അള്ളാഹു അവനെ ശപിച്ചിട്ടുണ്ട്, അള്ളാഹു അവനെ ശപിക്കുന്നുണ്ട്. അപ്പം യൽ അനി എന്ന് വെച്ചാൽ യൽ അൻഹുല്ലാഹു എന്നാണ്. യൽ അൻഹു കാരണം മന്ന് മൗസൂലാണ്, മൗസൂലിലേക്ക് മടങ്ങുന്ന ആയത് ഉണ്ടാവണം. അപ്പം യൽ അൻഹു എന്നതിലെ ഹു എന്നതാണ് അവിടുത്തെ ആയത്. പിന്നെ അവിടെ ആയത് കളയാമല്ലോ. ഫി ആയിദിൻ മുത്താസിലിൻ താസബ് നസ്ബിൻ്റെ മഹല്ല് വരുമ്പോൾ ആയതിനെ കളയാമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ കളഞ്ഞാണ്. അപ്പോൾ വമയ്യൽ അനില്ല എന്ന് ഓതും. അപ്പോൾ ആരെയാണ് അള്ളാഹ് ശപിച്ചത്? ഫലൻ തജിദ അങ്ങ് എത്തിക്കുകയില്ല ലഹു അവന് നസീറ ഒരു സഹായിയെയും, അതായത് മാനി അമ്മിൻ അദാബി അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അവനെ തടഞ്ഞ് സംരക്ഷിക്കുന്ന ഒരാളെ അങ്ങ് എത്തിക്കുകയില്ല എന്ന്, ഒരാളുണ്ടാവില്ല. അതായത് ബൽ എന്നല്ല അല്ലേ, അമ്മിൻ്റെ അർത്ഥം ബല്ലാണ് എന്നല്ല, അലഹും നസീബുൻ അല്ലേ, അല്ല ബൽ എന്നല്ല, അലഹും നസീബും മിനൽ മുൽക്കി അവർക്കെങ്ങാനും വല്ല മുൽക്ക് രാജാധികാരത്താൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് എന്നല്ല, അവർക്ക് വല്ല രാജാധികാരത്താലും എന്തെങ്കിലും ഉണ്ടോയെന്ന്. എന്ന് വെച്ചാൽ ബൽ എന്ന് വെച്ചിട്ട് ഒരു ഇസ്തിഫാമിൻ്റെ ഉണ്ട്. ബൽ അലഹും അവർക്കുണ്ടോ, തന്നെയുമല്ല അവർക്കുണ്ടോ നസീബും വല്ല വിഹിതവും മിനൽ മുൽക്ക് രാജാധികാരത്താൽ, അതായത് എന്തെങ്കിലും ഉണ്ടോയെന്ന്, അതായത് ഒന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലുള്ള ചോദ്യമില്ലേ. അതായത് ലൈസ ലഹും അവർക്കില്ല ഷെയ്ൻ ഒന്നുമില്ല മിനു രാജാധികാരത്തിൽ ഒരധികാരം അവർക്കില്ല. ഇനി വലവു കാന അവർക്ക് ആ അധികാരം ഇങ്ങനെ ഉണ്ടായി തന്നെ ഫൈദൻ അപ്പോഴേക്കും അവർ ലായു ഉത്തൂന അവർ കൊടുക്കുകയില്ല അന്നാസ് ജനങ്ങൾക്ക് നക്കീറ ഒരു നക്കീർ പോലും കൊടുക്കൂല എന്ന്. അതായത് ഷെയ്അൻ താഫിഹ വളരെ നിസാരമായ, താഫിഹ എന്ന് വെച്ചാൽ വളരെ നിസാരമായ ഒരു ഷെയ് ഒന്നും കൊടുക്കൂല എന്ന്. ഖദറൻ നഖറത്തി ഒരു നഖറത്ത് എന്ന് വെച്ചാൽ തോലാണ്, പാട എന്നൊക്കെ പറയും. ഒരു പാടയുടെ അളവിൽ പോലും. ഫി ലഹ്റിൻ നവാത്തി ഈന്തപ്പനക്കുരു ഉണ്ടാവില്ല, ഈന്തപ്പഴക്കുരു, അതിൻ്റെ പുറമേയുള്ള ആ ഒരു പാടയില്ലേ, ആ പാടയുടെ അത്ര അളവ് പോലും ഒരു വക മനുഷ്യർക്ക് അവർ കൊടുക്കൂല. ലി ഫറത്തി ബുഖ്ലിഹിം അവരുടെ പിശുക്കിൻ്റെ തീവ്രത കാരണത്താൽ. അത്തരം ആളുകളാണ് ഇവർ. അത്രയും മോശക്കാരാണ്. അവർക്ക് രാജാധികാരം കിട്ടിയാൽ പോലും അവരൊരു സാധനം കൊടുക്കാത്ത ആളുകളാണ്. എന്നിട്ട് അതായത് ബൽ യഹ്സുദൂന നാസ അല്ലേ, ബൽ അയഹ്സുദൂന അമ്മിൻ്റെ അർത്ഥം ഇവിടെ അങ്ങനെ തന്നെ. ബൽ അയഹ്സുദൂന തന്നെയുമല്ല അവർ അയഹ്സുദൂന നാസ ജനങ്ങളോട് അവർ അസൂയപ്പെടുകയാണോ? ഇവിടെ ജനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് അവർ അസൂയ പുലർത്തുകയാണോ? അലാമാ ഒന്നിൻ്റെ പേരിൽ ആതാഹുമുല്ലാഹു അള്ളാഹു ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നതിന്. അപ്പോൾ അള്ളാഹു ജനങ്ങൾക്കെന്ന് വെച്ചാൽ ഇവിടെ നിബിധങ്ങളാണ് ഉദ്ദേശം. അപ്പോൾ നിബിധങ്ങൾക്ക് നൽകിയ ഒന്ന് മിൻ ഫളിഹി അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ, അള്ളാഹുവിൻ്റെ ഒരുപാട് ഔദാര്യം നിബിധങ്ങൾക്ക് കൊടുത്തിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ നിബിധങ്ങളോട് ഇവർ അസൂയ വെക്കുകയാണോ? പിന്നെ നുബുവത്തി അത് എന്തിനാൽ ആ ഫളിൽ പ്രവാചകത്താൽ വഖസറത്തി നിസായി ഒരുപാട് ഭാര്യമാർ നിബിധങ്ങൾക്ക് ഒരുപാട് ഭാര്യമാരില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവർക്ക് അസൂയാണെന്ന്. അതായത് യതമന്നൗന അവർ ആഗ്രഹിക്കുന്നുവോ സവാലഹു അതൊക്കെ നീങ്ങിപ്പോണമെന്ന് അൻഹു നബിതങ്ങളെ തൊട്ട്. വയഖൂലൂന അവർ പറയുന്നുവോ ലൗകാന നബിയ മുഹമ്മദ് എങ്ങാനും സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയിരുന്നുവെങ്കിൽ ലസ്തഗല മുഹമ്മദ് ഒഴിഞ്ഞു മാറുമായിരുന്നു അനിൻ നിസ. അന്നു ഉണ്ടാണല്ലോ ഇസ്തഗല എന്ന് പറയുമ്പോൾ ഒന്നിനെ തൊട്ട് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ലസ്തഗല അനിൻ നിസ അല്ലാതെ വ്യാപൃതമാവുകയെന്നല്ല, സ്ത്രീകളെ തൊട്ട് ഒഴിഞ്ഞു പോകുമായിരുന്നു. സ്ത്രീകളെ തൊട്ട് വ്യാപൃതമാകുന്ന വെച്ചാൽ സ്ത്രീകളിൽ നിന്നും മാറിപ്പോകുമായിരുന്നു. കല്യാണമൊന്നും കഴിക്കാതെ നബിയായിരുന്നു. അപ്പം നബി അല്ല മുഹമ്മദ് എന്ന് അവർ പറയുകയാണോ? ഫഖദ് ആത്തീന ഇത് കേൾക്കണേ, ഫഖദ് തീർച്ചയായും ആത്തീന നാം നൽകിയിട്ടുണ്ട് ആല ഇബ്രാഹിം കുടുംബത്തിന്. അതായത് ഇബ്രാഹിം കുടുംബം എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആല ഇബ്രാഹിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി തന്നെയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആല ഇബ്രാഹിം ആല ഇമ്രാൻ അലൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആലിൻ്റെ അർത്ഥം നഫ്സ് എന്ന് തന്നെയാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ അങ്ങനെ തന്നെ നമുക്ക് വെക്കാം. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നാം നൽകിയിട്ടുണ്ട്, അഥവാ ജദ്ദഹു നബി തങ്ങളുടെ പിതൃവ്യനായിട്ടുള്ള അല്ല നമ്മൾ നേരത്തെ പറഞ്ഞു തെറ്റിപ്പോയി കേട്ടോ. അവിടെ പിതൃവ്യ സഹോദരനല്ല, പിതൃവ്യം എന്ന് വെച്ചാൽ പിതാവിൻ്റെ സഹോദരനാണല്ലോ. പിതാമഹൻ്റെ സഹോദരനാണ് ആര്?
അബ്ദുഷംസും നൗഫുലൊക്കെ പിതാമഹൻ. അപ്പം ജദ്ദഹു എന്ന് വെച്ചാൽ നബിതങ്ങളുടെ ജദ്ദുമാരിൽപ്പെട്ട ഒരു പിതാമഹനാണ് ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നാം നൽകിയിട്ടുണ്ട്. ആരെപ്പോലെ തന്നെ മൂസയെ പോലെ, ദാവൂദിനെ പോലെ, സുലൈമാനെ പോലെ അലൈഹിമുസ്സലാം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പം അവർക്കൊക്കെ നൽകിയതുപോലെ ഇബ്രാഹിം നബിക്കും നൽകി. അൽ കിതാബ് വേദഗ്രന്ഥം, വല ഹിക്മത്ത നല്ല ഹിക്മത്തിന്. ഹിക്മത്ത് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അനുഭവത്തിന് ഹിക്മത്തിന് പല വ്യാഖ്യാനം കൊടുക്കും. ഇവിടെ എന്താണ്? പ്രവാചകത്വവും കിതാബും നൽകിയിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബിക്ക് 7 നൽകിയിട്ടുണ്ട്, മൂസ നബിക്ക് 7 നൽകിയിട്ടുണ്ട്, തൗറാത്ത് നൽകിയിട്ടുണ്ട്, ദാവൂദ് നബിക്ക് സബൂർ നൽകിയിട്ടുണ്ട്, സുലൈമാൻ എന്നവർക്ക് 7 കൊടുത്തിട്ടില്ല, എന്തായാലും പ്രവാചകത്വം നൽകിയിട്ടുണ്ടല്ലോ. പിന്നെ ആത്തൈനാഹു, ഇവിടെ ഇവരെല്ലാം കൊണ്ടുവന്നത് എന്താണ്? ആത്തൈനാഹും മുൽക്കൻ അലീം, അവർക്ക് വലിയ അധികാരം നാം നൽകിയിട്ടുണ്ട്. ഫകാനലി ദാവൂദ, പിന്നെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു 99 ഭാര്യമാരുണ്ടായിരുന്നു. വലിയ സുലൈമാന അൽഫുൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 1000 ഉണ്ടായിരുന്നു. മാ ബൈന ഹുറത്തിൻ വസരിയത്തിൻ, അല്ലെ, ഹുറത്ത് സ്വതന്ത്രങ്ങളായിട്ടുള്ള ഭാര്യമാരായിട്ടുള്ളവരും, പിന്നെ സരിയത്ത് എന്ന് പറയുമ്പം അടിമകളെ ബന്ധപ്പെടുന്നതിന് വേണ്ടി ആയിട്ട് വെക്കുന്ന അതുണ്ടല്ലോ, സരിയത്ത് എന്ന് പറയും. ചിറകൊടിക്കുക എന്നുള്ള പറയാം അതിനൊക്കെ, സരിയത്തായിട്ട് വെക്കുക, അല്ല ചിറകൊടിച്ചിട്ട് ഭാര്യയെ പോലെ രൂപത്തിൽ വെക്കുക, അതാണ് സരിയത്ത്. അപ്പോൾ സരിയത്തായിട്ട് ഹുറത്തിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ആകെ 1000 ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്. അപ്പം അവർക്കൊക്കെ വലിയ അധികാരം, അല്ലെങ്കിൽ അള്ളാഹു ഒരു വലിയ ഫള് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു. ഫമിൻഹും മൻ ആമന ബിഹി. അപ്പം ഇത് കഴിഞ്ഞ്, അതായത് നബിസങ്ങളോട് അസൂയപ്പെട്ടിരിക്കുക, ഇതൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണെന്ന് പറഞ്ഞു. ഫമിൻഹും, അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ ആമനബി, അവരെ കൊണ്ട് വിശ്വസിക്കുന്ന, അവരെന്ന് വെച്ചാലാണ് ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഈ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ. ഫമിൻഹും, ആ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് മൻ സദ്ദയുടെ അർത്ഥം തടയുക എന്നർത്ഥമുണ്ട്, തിരിഞ്ഞു കളയാൻ അർത്ഥമുണ്ട്. ഇവിടെ തിരിഞ്ഞു കളയുന്നു, ആറല്ലാഹു സദ്ദ എന്നാണല്ലോ. അപ്പം നബിതങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുക എന്നർത്ഥം, നബിതങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളുണ്ട്. അപ്പം ജൂതന്മാർ അല്ല, ഈ വേദം നൽകപ്പെട്ട വേദക്കാരുടെ കൂട്ടത്തിൽ തന്നെ നബിതങ്ങളെ വിശ്വസിക്കുന്നവരുണ്ട്, നബിതങ്ങളെ തൊട്ട് മാറി നിൽക്കുന്നവരുണ്ട്. ഫലം യുമിൻ, അപ്പോൾ മാറി നിൽക്കുമ്പോൾ അവരെന്താവില്ല, വിശ്വസിക്കുകയില്ല. വകഫാ ബി ജഹന്നമ സഈറ, അപ്പോൾ അള്ളാഹ് പറയാണ് വകഫാ ബി ജഹന്നം മതി, സഈറായിട്ട്, സഈർ എന്ന് വെച്ചാൽ അതാ ശിക്ഷയായിട്ട്, ഇവരെയൊക്കെ ശിക്ഷിക്കുക എന്ത് മതി? ജഹന്നം മതിയെന്ന്. ലിമൻ ലാ യുമിനു, അല്ലേ, വിശ്വസിക്കാത്ത ആളുകൾക്ക് ശിക്ഷക്ക് ജഹന്നം പര്യാപ്തമാണ്. ഇന്നല്ലദീന കഫറൂ ബി ആയാത്തിന, നമ്മളുടെ ആയത്തുകളെ അവിശ്വസിച്ച ആളുകൾ, സൗഫ നുസ്ലീഹിം, പിന്നീട് നാം അവരെ ചേർക്കുന്നു വെച്ചാൽ നുദ്ഖിലുഹും, നാം അവരെ പ്രവേശിപ്പിക്കും, നാറൻ, നരകത്തിൽ, യഹ്തരികൂന ഫീഹ, അവർ അവിടെ കരിയും, അല്ലേ, കുല്ലമാ നളിയത്, കരിയുമ്പോഴൊക്കെയും, നളിജത്ത് എന്ന് വെച്ചാൽ ഇഹ്തറഖത്ത്, കരിയുമ്പോഴൊക്കെയും, ജുലൂദുഹും, അവരുടെ തോലുകൾ, അല്ലെ, ശരീരത്തിലുള്ള തോല് കരിയുമ്പോഴൊക്കെയും, ബദ്ദൽനാഹും, നാം അവർക്ക് പകരം നൽകും, ജുലൂദൻ ഗൈറഹ, അതല്ലാത്ത വേറൊരു തോല്. അതെങ്ങനെയാണ്? ബി അൻ തുആദ, അത് മടക്കപ്പെടൽ കൊണ്ട്, ഇലാ ഹാലിഹൽ അവൽ, അതിൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക്, ഗൈറ മുഹ്തരിഖത്തിൻ, ഏത് സ്ഥിതിയിലുള്ള ആദ്യത്തെ അവസ്ഥ, അത് തന്നെ കരിയാത്ത നിലക്ക്. അപ്പം ഫുള്ളായിട്ട് കരിയുമ്പോൾ അതേ തോല് തന്നെ പഴയ പൂർണ്ണാവസ്ഥയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ തുടർച്ചയായിട്ട് ശിക്ഷ ഉണ്ട് അവർക്ക്. ലിയദൂഖുൽ അദാബ്, അവർ ശിക്ഷയെ രുചിക്കാൻ വേണ്ടി, അതായത് ലി യസാഖു ഷിദ്ദതഹു, അവർ അതിൻ്റെ ഷിദ്ദത്ത്, കാഠിന്യത്തെ അനുഭവിക്കാൻ വേണ്ടി. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാണ് സാഖ യുസാഖി എന്ന് പറയുന്നത്. സാഖ യുസാഖി, അത് ഫഅല വസനാണ്, സഖയുടെ ഫഅല വസനാണ് സാഖ യുസാഖി. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, കാന അസീസൻ, അല്ലാഹു പ്രതാപിയാണ്, ലാ യുഅ്ജിസു ഷൈഉൻ, അല്ലാഹുവിനെ ഒന്നും അശക്തമാക്കുകയില്ല, ഹക്കീമൻ, യുക്തിഭദ്രനാണ്, ഫീ ഖൽഖിഹി, തൻ്റെ സൃഷ്ടിപ്പിൽ. വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, സനദ്ഖിലുഹും, പിന്നീട് നാം അവരെ പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ, ആരാമങ്ങളിൽ, തജ്രി മിൻ തഹ്തിഹാ, അതിൻ്റെ അടിഭാഗത്തുകൂടെ ഒഴുകുമൽ, അൻഹാറു, ആറുകൾ, ഖാലിദീന ഫിഹ, അവർ അവരെ ശാശ്വതരായിരിക്കും, അബദാ, കാലാകാലവും, ലഹും, അവർക്കുണ്ട്, ഫിഹ, ആ ആരാമങ്ങളിൽ, അസ്വാജും മുതഹറത്തുൻ, ശുദ്ധീകരിക്കപ്പെട്ട, ശുദ്ധരായ ഭാര്യമാരുണ്ടാകും, ഇണകളുണ്ടാകും, മിനൽ ഹൈദി, ആർത്തവത്തിൽ നിന്നും, വകുല്ലു ഖദരിൻ, എല്ലാ മ്ലേച്ഛതയിൽ നിന്നും, ഒരു മ്ലേച്ഛത ഉണ്ടാവാത്ത സ്ത്രീകളുണ്ടാവും, ഭാര്യമാരുണ്ടാവും. വനുദ്ഖിലുഹും, നാം അവരെ പ്രവേശിപ്പിക്കും, ലില്ലൻ, തണലിൽ, ലലീല എന്ന് വെച്ചാൽ, ലല്ല എന്ന് വെച്ചാൽ സ്ഥിരമാവുക എന്നർത്ഥമുണ്ട്, അതാണ് ഇവിടെ ദായിമാണ്, അവ സ്ഥിരമായ തണലിൽ അവരെ നാം പ്രവേശിപ്പിക്കും. ലാ
തൻസഹുഹു അതിനെ ദുർബലപ്പെടുത്തുകയില്ല, ആ തണലിനെ നഷ്ടപ്പെടുത്തുകയില്ല, ഇല്ലാതാക്കുകയില്ല. ഷംസുൻ സൂര്യൻ അല്ലെ, ഒരു സൂര്യനും. വഹുവ അത് ലില്ലുൽ ജന്ന അത് സ്വർഗത്തിലെ തണലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു തആല യഅ്മുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു അൻ തുഅദ്ദുൽ അമാനാത്തി വിശ്വസിച്ചേൽപ്പിച്ച അല്ലെ മുതലുകൾക്കാണ് അമാനത്ത് എന്ന് പറയാം. അപ്പോൾ അമാനത്ത് സ്വത്തുകളെ നിങ്ങൾ ഏൽപ്പിക്കണം എന്ന് തിരിച്ച് മടക്കി കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. അതായത് തുമിന അലൈഹി അമാനത്ത് എന്ന് വെച്ചാൽ ഒന്നാണ് തുമിന തമന അല എന്ന് വെച്ചാൽ വിശ്വസിച്ച് ഏൽപ്പിക്കുക. അപ്പോൾ തുമിന അലൈഹി അതിനെ ആർക്കോ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള സാധനത്തിനാണ് അമാനത്ത് എന്ന് പറയാം. അതെന്തിനാലും മിനൽ ഹുക്കൂക്കി പല ബാധ്യതകളാൽ. അപ്പോൾ അതൊക്കെ അമാനത്ത് സ്വത്തുകളൊക്കെ ബാധ്യതകളല്ലേ, അത്തരം ബാധ്യതകളൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഇലാഹലിഹ അതിൻ്റെ അവൻ്റെ ആളുകളിലേക്ക്. നസലത്ത് ഇതിറങ്ങിയത് ലമ്മ അഹദ അലിയും റളിയല്ലാഹു അലി റളിയല്ലാഹു എടുത്തപ്പോഴാണ് മിഫ്താഹൽ കാബ കാബയുടെ താക്കോൽ സ്വീകരിച്ചു. ആരിൽ നിന്നും മിൻ ഉസ്മാൻ ബിൻ തൽഹത്തൽ ഹജബി എന്നവർ. ആരാണത്? സാദി നിഹ ആ കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. കസ്രൻ എന്ന് വെച്ചാൽ കഹ്റൻ ബലാത്കാരമായിട്ട് പിടിച്ചു വാങ്ങി. അപ്പം അവരെയാണ് ആ ഒരു ചുമതല ഏൽപ്പിച്ചത്. കാരണം കുസൈനാണ് ഈ അധികാരമൊക്കെ കിട്ടിയ കാബയുടെ. അപ്പം സിക്കായത്ത്, പിന്നെ ഈ താക്കോൽ സൂക്ഷിക്കുക, ദാറുന്നതുവ, അങ്ങനെ 5ഓളം അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് പിന്നീട് വിഭജിച്ചു, കുറച്ച് ഭാഗം കുറച്ച് പേരിലേക്കും അങ്ങനെ അങ്ങോട്ടൊക്കെ എന്തായി വിഭജിച്ച്. അപ്പം ആ വഴിക്ക് കുടുംബപരമായിട്ട് കിട്ടുകയാണ്. അപ്പം അവരുടെ അമാനത്ത് മുതലാണ്. അപ്പം അതിനെ ബലാത്കാരമായിട്ട് അലി റളിയല്ലാഹു പിടിച്ചു വാങ്ങി. എപ്പോൾ ലമ്മ ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മക്കയിൽ ആമൽ ഫതഹി മക്കം ഫതഹിൻ്റെ അന്ന് മക്കം ഫതഹല്ലോ, അപ്പോൾ അന്ന് വന്നപ്പോൾ മനഅഹു എന്നിട്ട് അയാളെ തടയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മുസ്ലിമായി. ഈ ഉസ്മാൻ ബിൻ തൽഹ അദ്ദേഹത്തെ തടയുകയും ചെയ്തു. എന്നിട്ട് വക്കാല അലി റളിയല്ലാഹു ഇങ്ങനെ ബലാത്കാരമായിട്ട് വാങ്ങുകയും മനഅഹു അലി റളിയല്ലാഹുവിനെ ഇദ്ദേഹം തടയുകയും എന്നിട്ട് വക്കാല പറയുകയും ചെയ്തു. എന്ത്? ലൗ അലിംതു ഞാൻ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അന്നഹു റസൂലുള്ളാഹി ഈ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ലം അംനഅഹു ഞാൻ അദ്ദേഹത്തെ തടയുമായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഫഅമർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു ബിറദ്ദിഹി ആ താക്കോലിനെ മടക്കി കൊടുക്കാൻ ഇലൈഹി ആ ഉസ്മാൻ എന്നവരിലേക്ക്. എന്നിട്ട് വക്കാല നിങ്ങൾ പറഞ്ഞു ഹാക്ക ഇത് പിടിച്ചോ, നീ പിടി എന്നർത്ഥം. ഹാക്ക എന്ന് വെച്ചാൽ പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. ഖാലിദത്തൻ നിത്യമായിട്ടും, താലിദത്തൻ പാരമ്പര്യമായിട്ട്, അതായത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയാണല്ലോ. അപ്പോൾ പാരമ്പര്യ അവകാശം മുൻനിർത്തിയിട്ട് നീ ഇത് സ്ഥിരമായിട്ട് പിടിച്ചോ, അതിങ്ങനെ സ്ഥിരമായിട്ട് തന്നെ അങ്ങനെ തന്നെ വെച്ചോളാൻ ഉള്ളത് പറഞ്ഞു. അപ്പോൾ അജബ മിൻ ദാലിക ഇത് കാരണത്താൽ ഈ പ്രവർത്തനം കണ്ടിട്ട് ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്നിട്ട് ഫഖറ അലഹു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഓതിക്കൊടുത്തു. അല്ല ഈ ആയത്തിന് ഈ ആയത്തിനുള്ള പ്രസ്തുത ആയത്ത് ഇന്നല്ലാഹ യഅ്മുറുക്കും എന്നുള്ള ആയത്തിന് ഓതിക്കൊടുത്തു. അങ്ങനെ ഫാസിലമായി ഉസ്മാൻ എന്നവർ മുസ്ലിമായി. ആയത്താഹു എന്നിട്ട് ആ താക്കോലിനെ അദ്ദേഹത്തിന് നൽകി. ഇന്ത മൗത്തി അല്ല ആയത്താഹു അദ്ദേഹം ഈ താക്കോലിനെ നൽകി. ഇന്ത മൗത്തി തൻ്റെ മരണത്തിൻ്റെ വേളയിൽ ഈ അഖിഹി ഷൈബ തൻ്റെ സഹോദരൻ ഷൈബക്ക് നൽകി. ബക്കിയ ഫി വലദിഹി പിന്നെ ആ താക്കോലിൻ്റെ ആ അധികാരം അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ ബാക്കിയായി. അതിങ്ങനെ തുടർന്നു വരുന്നു. വൽ ആയത്തു ഈ പ്രസ്തുത ആയത്ത് വൈൻ പറഞ്ഞത് അത് വന്നതാണെങ്കിലും ശരി അലാ സബബിൻ ഖാസ് ഒരു പ്രത്യേകമായ കാരണത്തിന് മേലാണ് വന്നത്. ഈ ഒരു സംഭവം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ആയത്ത് വന്നത്. എങ്കിലും ഉമൂമു അതിൻ്റെ വ്യാപകാർത്ഥം, അതായത് അതിൻ്റെ ആ ഒരു അർത്ഥവ്യാപ്തി അത് മോത്തബറും പരിഗണിക്കപ്പെടുന്നതാണ് ബി കരീനത്തിൽ ജമ്മു ചെയ്യാവുന്ന കരീനത്ത് കൊണ്ട്. അതായത് ഇത് മറ്റു സന്ദർഭങ്ങളിലേക്കൊക്കെ ബാധകമാണെന്ന് ജമ്മു ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതെല്ലാവരുടെ അങ്ങനെയാണ്. അമാനത്തിന് എന്ത് ചെയ്യും, അതിൻ്റെ ആളുകളിലേക്ക് ഏൽപ്പിക്കണം. വൈദാ ഹകംതും ബൈനന്നാസി ഇത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ യഅ്മുറുക്കും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്താ ഇവിടെ യഅ്മുറുക്കും പറഞ്ഞു? അത് നേരത്തെ പറഞ്ഞായിരുന്നു. ഇന്നല്ലാഹ യഅ്മുറുക്ക് 2 കാര്യങ്ങളാണ് കൽപ്പിക്കുന്നത്. 1 അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കുക, 2 അതിൽ നീതി കൊണ്ട് വിധിക്കുക. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും യഅ്മുറുക്കും എന്ന് പറഞ്ഞത്. അപ്പം ജനങ്ങൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുമ്പോൾ അൻ തഹ്കുമു ബിൽ അദിൽ നിങ്ങൾ നീതിപൂർവ്വം വിധിക്കണം എന്നും അല്ലാഹ് കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു തആല അല്ലെ നിശ്ചയം അല്ലാഹു തആല ഇവിടെ നിഇമ എന്ന് വന്നിട്ടുണ്ട്. നിഇമ എന്ന് വെച്ചാൽ ഫീഹി അവിടെ ആ നിഇമ എന്നതിലുണ്ട് ഇദ്ഗാമു മീമിൻ അല്ലെ മീമി നിഇമയുടെ മീമിനെ ഇദ്ഗാം ചെയ്യലുള്ള ലയിപ്പിക്കലുണ്ട്. ഫി മൻ നക്കിറത്തി അല്ലെ ഫി മൻ നക്കിറത്തിൽ മൗസൂഫത്തായ നക്കിറയിൽ, അതായത് അതൊരു മൗസൂഫത്താണ്, അതിൻ്റെ സിഫത്ത് കളയപ്പെട്ടാണ് നോക്കണം.
അതിൻ്റെ സിഫത്ത് കളയപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു മൗസൂഫും അതുപോലെ തന്നെ മൗസൂഫത്തും നക്കിറ, മാരിഫയല്ല നക്കിറയുമായിട്ടുള്ള ഒരു മാ. അപ്പോൾ നിഅമ മാ എന്നാണ്. അപ്പോൾ ഈ നിഅമയിലുള്ള മായിനെ രണ്ടാമത്തെ ആ ഒരു മൗസൂലയായിട്ടുള്ള മൗസൂലല്ല മൗസൂഫയും നക്കിറയുമായിട്ടുള്ള ആ ഒരു മായിൽ ലയിപ്പിക്കുക. അപ്പം നിഅമ എന്ന് വരും. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? നിഅമ അതെത്ര ഉഷാർ, മാ ഒന്നിനാൽ. അതായത് അള്ളാഹ് ഈ കൽപ്പിക്കുന്ന ആ കൽപ്പന എത്ര ഉഷാറെന്ന്. അവിടെ മാനെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. അലിഫയിലൊക്കെ ബൈത്തുണ്ട്. ആ മാ ഫായിലാണോ നീമയുടെ, അതോ നീമയിലുള്ള മുസ്തത്തറായ ലമീർ ഫായിലായിട്ട് അതിൻ്റെ തമ്മീസാണോ എന്ന് ബൈത്ത് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ട്. അപ്പോൾ എത്ര നല്ലത് എന്നാണ്, എത്ര നല്ലത് അത്. എന്താ പറഞ്ഞ് ഇന്നല്ലാഹ നിശ്ചയ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ യഅലുക്കും ബിഹി, യഅലുക്കും ഉപദേശിക്കുന്നു, ബിഹി അതുകൊണ്ട് എന്ന് വെച്ചാൽ തഅദിയത്തിൽ അമാനത്തി, അമാനത്തിനെ തിരിച്ചേൽപ്പിക്കുക, വൽ ഹുക്കുമി ബിൽ ആദിലി, നീതിപൂർവ്വം വിധിക്കുക. അതൊക്കെ കൊണ്ട് അള്ളാഹു നിങ്ങളോട് ഉപദേശിക്കുന്നു, കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല കാന സമീഅൻ ലിമാ യുഖാൽ പറയപ്പെടുന്നതിനെ കേൾക്കുന്നവനാണ്, ബസീറൻ ബിമാ യുഫ്അലു പ്രവർത്തിക്കപ്പെടുന്നതിനെ കാണുന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹു വഅത്തിയുർ റസൂൽ, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ വഴിപ്പെട്ട ഉലി എന്ന് വെച്ചാൽ അസ്ഹാബ് എന്നർത്ഥം, ആളുകൾ. അല്ല അമരി കാര്യത്തിൻ്റെ ആളുകൾ, അതായത് കൈകാര്യകർത്താക്കൾ. അതാ പറഞ്ഞത് ഈ ലുലാത്തി വാലിമാർ, ഓരോന്നിനെ കൈകാര്യകർത്താക്കൾ ഉണ്ടാവില്ലേ. അപ്പോൾ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണേ, മിങ്കും നിങ്ങളിൽ നിന്നുള്ള ഇതാ അമറൂക്കും അവർ നിങ്ങളോട് കൽപ്പിച്ചാൽ ബി തആത്തില്ലാഹി വറസൂലിഹി, അപ്പോൾ നല്ലതുകൊണ്ട് കൽപ്പിച്ചാലാണ്. അള്ളാഹുവിന് അതാണ് റസൂലിന് വഴിപ്പെടണമെന്ന് അവർ കൽപ്പിച്ചാൽ, ഇപ്പോൾ മദ്ഹബിൻ്റെ ഇമാമാരൊക്കെ നമ്മുടെ വാലിമാരാണ്. അപ്പോൾ ആരൊക്കെ കൽപ്പിച്ചാൽ ചെയ്യണം. ഇനി ഫൈൻ തനാസഅത്തും നിങ്ങൾ തർക്കത്തിലേർപ്പെട്ടാൽ, അതായത് ഇഖ്തലഫ് നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഫി ഷൈഇൻ എന്തെങ്കിലും ഒരു വിഷയത്തിൽ, ഫറുദ്ദൂഹു നിങ്ങൾ ആ കാര്യത്തെ മടക്കണം ഇലല്ലാഹി അള്ളാഹുലേക്ക്, അതായത് ഇലാ കിതാബി അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, അള്ളാഹിൻ്റെ കിതാബിൽ എന്താണെന്ന് നോക്കുക. വർ റസൂലി അള്ളാഹുവിൻ്റെ റസൂലിലേക്കും. എപ്പോൾ മുദ്ദത്ത് ഹയാത്തി നബിതങ്ങളുടെ ജീവിതകാലത്തല്ലേ റസൂലിലേക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ഇനി വബഅദഹു നബിതങ്ങളുടെ ജീവിതത്തിന് ശേഷമോ ഇലാ സുന്നത്തിഹി നബിതങ്ങളുടെ തിരുസുന്നത്തിലേക്ക് ചെന്ന് നോക്കണം ഹദീസിൽ എന്താണുള്ളതെന്ന്. അതായത് ഇക്ഷിഫു അലൈഹി, കശഫ അല എന്ന് വെച്ചാൽ എന്താണ്? പരിശോധിക്കുക എന്നാണ്. അപ്പോൾ ഇക്ഷിഫു അലൈഹി അതിനെ പരിശോധിക്കണം. മിനുഹുമ ആ ഹദീസും ഖുർആനൊക്കെ വെച്ചിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇൻകുന്തും നിങ്ങളാണെങ്കിൽ തുഅ്മിനൂന വിശ്വസിക്കുന്നവരാണെങ്കിൽ ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാലിക അതെന്ന് വെച്ചാൽ ഐ റദ്ദു ഇലൈഹിമ വിശുദ്ധ ഖുർആനിലേക്കും പരിശുദ്ധ ഹദീസിലേക്കും മടക്കൽ, അത് ഖൈറുൻ നിങ്ങൾ കൂടുതൽ ഉത്തമമാണല്ലേക്കും നിങ്ങൾക്ക് മിന തനാസ് ഈ തർക്കത്തെക്കാൾ, വൽ ഖൗലി ബിർ ഈ സ്വന്തം വീക്ഷണം വെച്ചിട്ട് പറയലിനേക്കാൾ, വ അഹ്സൻ തഅവീല. അപ്പം നമ്മളങ്ങോട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പം ഇങ്ങനെ തോന്നുന്നു അപ്പം മദ്ഹബൊന്നും വേണ്ട നമ്മൾ തന്നെ നോക്കിയാൽ പോരെ, അത് പറ്റൂല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതൊക്കെ മുജ്തഹിദുകളായ ഇമാമാരുണ്ടല്ലോ അവർ, അപ്പോൾ അവർ ഖുർആനിൽ ഹദീസിലൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അവരുടേതായ രൂപത്തിൽ അവർ എന്ത് ചെയ്യും? ജമ്മു ചെയ്യും, കിയാസ് ഒക്കെ ചെയ്യും, അങ്ങനെ വരും. ഇനി അഹ്സനു തഅവീല, തഅവീലിൻ്റെ അർത്ഥം ഇവിടെ വ്യാഖ്യാനമല്ല, ഇവിടെ എന്താണ്? മആല എന്ന്, അതായത് അവസാനം അല്ലേ, അന്തിമമായിട്ട് ഏറ്റവും നല്ലതാണത് എന്ന്. അഹ്സനു അത് കൂടുതൽ നല്ലതാണ്, ഏറ്റവും സുന്ദരമാണ് അവസാന അന്തിമ ഫലത്താൽ. പിന്നെ വനസല